എല്ലാവർക്കും ഓൺ റോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഫോഴ്സിൻ്റെ ഒരു അർബേനിയാണ്. ഇതൊരു 17 സീറ്റിൻ്റെ ഒരു അർബേനിയാണ്. ഇതൊരു പുതിയ വണ്ടിയല്ല. ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 1,00,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. സാധാരണ നമ്മൾ പണ്ടൊക്കെ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഫോഴ്സിൻ്റെ ട്രാവലർ എന്ന് പറഞ്ഞൊരു വാഹനമായിരുന്നു. ആ വാഹനം നമ്മൾ കാലാകാലങ്ങളായിട്ട് എപ്പോഴും ഒരു സെയിം ഡിസൈൻ അല്ലെങ്കിൽ ഒരു സെയിം ഒരേപോലെയുള്ള യാത്രാസുഖം അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലും ആ വണ്ടികളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഒരു ഫോഴ്സിന് തന്നെ ഒരു പ്രീമിയം സെഗ്മെൻ്റായ ഒരു അർബേനിയ ഇതിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ ആയിട്ട് ആണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസും അല്ലെങ്കിൽ ഇത് വണ്ടി ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസും പിന്നെ ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്കും ഒക്കെ മൊത്തത്തിലൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളും ഒരു 2 വർഷത്തെ ഒരു യാത്രയും വണ്ടിക്ക് വന്നിരിക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ, സർവീസ്, മെയിൻ്റനൻസ് അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ആളോട് തന്നെ നമുക്ക് വണ്ടിയെ പറ്റി ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്കിന്നിവിടെ ഈ വണ്ടി തന്നിരിക്കുന്നത് എറണാകുളത്തുള്ള കേരള വൈബ്സ് ഹോളിഡേയ്സ് ആണ്. അപ്പം ഇത്രയും കാലം ഈ വണ്ടി കൊണ്ടുവരുന്ന ജോബിചാണ്ടൻ തന്നെ നമുക്ക് വിളിക്കാം. നമുക്ക് ഈ വണ്ടി ഇവിടെ തന്നിരിക്കുന്നതും ജോബിചാണ്ടൻ്റെ കെയർ ഓഫിലാണ്. അപ്പോൾ ജോബിചേട്ടാ, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ഈ വണ്ടിയെ പറ്റിയാണ് കൂടുതൽ ഇവിടെ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഉറപ്പായിട്ടും. അപ്പം ഇപ്പോൾ ഈ ഒരു 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട് ഈ വണ്ടി. ഏകദേശം ഒരു 2 വർഷമായിട്ടുണ്ട് എടുത്തിട്ട്. 2024 എടുത്ത വണ്ടിന് ഇപ്പൊ ഒരു 1,00,000 കിലോമീറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 300 കിലോമീറ്ററും കൂടി മാത്രമേ ആവാനുള്ളൂ 1,00,000-ലേക്ക്. ട്രാവലറിനെയൊക്കെ അപേക്ഷിച്ച് ഈ വണ്ടിക്ക് സാധാരണ റേറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ എന്നാ പറയട്ടെ, എക്സ്പെൻസ് കൂടുതലാണ് എന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം. അത് മൊത്തത്തിൽ ആൾക്കാരുടെ തോന്നൽ മാത്രമാണ്. നമ്മൾ ലക്ഷറി ഫീല് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് തന്നെ ഉള്ളൂ. നമുക്ക് ഇതിന് എക്സ്ട്രാ ആയിട്ട് നമുക്ക് പുറത്ത് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് ചെയ്തേക്കണത് ജയ്പൂര് PK എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അവര് ആദ്യമേ മുതലുള്ള ഒരു കമ്പനിയാണ്. ഒരു ട്രാവലറിലൊക്കെ നല്ല മോഡിഫിക്കേഷൻ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അവർ തന്നെയാണ് ഇതും നമുക്ക് ഡിസൈൻ ചെയ്തത്. ഇന്റീരിയർ മാത്രമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇന്റീരിയർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഔട്ട് സൈഡ് നമുക്ക് ചെയ്തേക്കണത് ഒരു ക്യാരിയറും പിന്നെ ബാക്കിൽ ലാഡറും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വണ്ടി ക്യൂട്ടല്ലേ. നമുക്ക് അതിന്റെ ഇന്റീരിയറിലോട്ട് ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഈ വണ്ടിയെ പറ്റി കൂടുതൽ പറയുകയാണെന്നുണ്ട്, ഇപ്പൊ ഏകദേശം ഒരു പറഞ്ഞില്ലേ, ഒരു 1,00,000 കിലോമീറ്ററിന് 300 കിലോമീറ്റർ കൂടി ബാലൻസ് ഉള്ളൂ. അപ്പം ഇതിപ്പോ ഇന്നോ നാളെ കൊണ്ടൊക്കെ ഏകദേശം ഒന്നായി ഏകദേശം. അപ്പൊ ഈ 1,00,000 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഇപ്പം 2 വർഷവും 1,00,000 കിലോമീറ്ററും. അപ്പൊ ഇതിനിടയ്ക്ക് വണ്ടി ഒരുപാട് സർവീസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും മേജറായിട്ടുള്ള എന്തെങ്കിലും വല്ല ഇഷ്യൂസ് അല്ലെങ്കിൽ എന്നാ പറയട്ടെ, റെഗുലറായിട്ട് നമ്മളിപ്പം ട്രിപ്പ് തുടങ്ങുമ്പം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? റെഗുലറായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തേല് ഈ വണ്ടി സെൻസറായിട്ടുള്ള വണ്ടിന്. അപ്പം അതിൻ്റെതായിട്ടുള്ള സെൻസർ വാണിംഗ് ലാമ്പുകൾ തെളിയുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് അതിൻ്റെ എററുകൾ മാറ്റി യൂസ് ചെയ്യണം എന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BS6 വണ്ടിയാണല്ലോ, ഈ നമ്മുടെ ആഡ് ബ്ലൂ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ആഡ് ബ്ലൂ ഇടയ്ക്ക് കത്തിച്ച് അതിൻ്റെ കാർബൺ കളയണം. അതാണ് ഇപ്പോൾ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം. അങ്ങനെയല്ല, അത് അതിൽ വാണിംഗ് കാണിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസിന് കൊണ്ടു ചെല്ലുമ്പോൾ ഇപ്പോൾ വണ്ടിയുടെ എന്തായാലും മാസത്തിലൊരു തവണയെങ്കിലും മിനിമം നമ്മൾ ചെക്കപ്പിന് കയറ്റും. ബുഷുകളും കാര്യങ്ങളൊക്കെ മാറാനായിട്ട്. അന്നേരം നമ്മളത് കത്തിച്ച് കളയും. പിന്നെ നമുക്ക് മറ്റേ പഴയ ഉണ്ടായിരുന്ന ട്രാവലറില്ലേ, അപ്പോൾ ട്രാവലറും ഇതിനെ അപേക്ഷിച്ച് നമുക്ക് ഡ്രൈവിങ്ങിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ട്രാവലറിനെ അപേക്ഷിച്ച് എൻറ്റയർലി ഡിഫറൻസ് ആണ്. നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് മാത്രമായിട്ട് വരുമ്പോൾ ഇപ്പോൾ എഞ്ചിൻ്റെ പെർഫോമൻസ്, ബാക്കി ഗിയർ ഷിഫ്റ്റിംഗ്, ആക്സലറേഷൻ, ക്ലച്ച്, ബ്രേക്ക്, ഇതെല്ലാം എൻറ്റയർലി മറ്റേ വണ്ടിയായിട്ട് ഡിഫറെൻ്റ് ആണ്. നല്ല സ്മൂത്താണ് വണ്ടി നല്ല സ്മൂത്താണ്. അതും തന്നെയല്ല
ആകെ എനിക്കൊരു ഡിഫോൾട്ട് തോന്നിയേക്കണത് സ്റ്റിയറിംഗ് പൊസിഷൻ മാത്രം ഒരു എന്താ പറയാ, ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് പൊസിഷൻ അത് മാത്രം നമുക്ക് ടിൽറ്റബിൾ അല്ല. അത് ആണെങ്കിൽ പോലും അതിന്റെ ഒരു പൊസിഷൻ വരുന്നത് നമുക്ക് ഒരു ചെറിയൊരു ഇതാണ്, ബുദ്ധിമുട്ടല്ല, മീൻസ് നമ്മള് അൺകംഫർട്ടബിൾ ആണത്. അത് മാത്രമേ ഉള്ളൂ, ബാക്കി വേറെ എല്ലാം ഓക്കെയാണ്, ഒന്നും പറയാനൊന്നുമില്ല വണ്ടി. പിന്നെ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പഴയ ട്രാവലർ, അതായത് ഇതിനു മുമ്പുള്ള നമുക്ക് ട്രാവലർ എന്ന് പറയുന്ന ആ സംഭവം, അതിന്റെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ജോയിച്ചാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ട്രാവലർ ആയിരുന്നല്ലോ. അത് തന്നെ. അപ്പൊ ആ ട്രാവലറിലാണെങ്കിൽ പോലും എന്നാ പറയണ്ടേ, വണ്ടി ഒരു അത്യാവശ്യം ഒരു സ്പീഡിൽ പോകുന്ന സമയത്ത് ബ്രേക്കിന്റെ കാര്യത്തിൽ, അതായത് വണ്ടി ഒറ്റ ചവിടിന് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കൂല, ഡൗൺ ചെയ്ത് നിർത്തണം എന്ന് പല ഡ്രൈവേഴ്സും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് അത്രയ്ക്ക് എഫിഷ്യന്റ് ഇച്ചിരി കുറവായിരുന്നു. അതാകിൽ ബ്രോ BS4 വരെയുള്ള വണ്ടികൾക്കാണ് ആ ബ്രേക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. BS4 ശേഷമുള്ള വണ്ടികൾക്ക് ഫുള്ള് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ബ്രേക്കിന്റെ പ്രോബ്ലം മാറി. അതിന്റെ ആ ഒരു ബ്രേക്കിന്റെ എഫിഷ്യൻസിയും ഇതിന്റെ ആ ഒരു ബ്രേക്കിന്റെ ഇതും തമ്മിലുള്ള എന്നാ പറയണ്ട, നമുക്ക് ഇത് ഉദ്ദേശിച്ചെടുത്ത വണ്ടി നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ചെയ്യാതെ തന്നെ വണ്ടി നമ്മൾ നിൽക്കുന്നുണ്ട്. ആ ഒരു സെയിം നമ്മൾ ഇന്നോവ ഓടിക്കുമ്പോ എന്താണ് പേര്, അത് തന്നെയാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം മൊത്തത്തിലായിട്ടുള്ള എന്നാ പറയണ്ട, നമുക്ക് നല്ല ലക്ഷറി യാത്രാസുഖമാണ് വണ്ടിക്ക്. പിന്നെ ആക്സിലറേഷനും എല്ലാം എൻജിൻ നോയ്സ് ഒക്കെ നമുക്ക് ഉള്ളിലോട്ടൊക്കെ വരുന്നുണ്ടോ അധികം? ഇപ്പൊ നിങ്ങൾ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോ മറ്റേ നിർത്തിയിട്ടേക്കുള്ളൂ, ഞാൻ ഉദ്ദേശിച്ച ഓട്ടത്തിൽ അല്ലെങ്കിൽ മറ്റേ ഹൈ റേഞ്ച് ഒക്കെ കയറുന്ന സമയത്തൊക്കെ. ടെമ്പോ ട്രാവലർ, അതായത് ഒരു ഫോറിൻ ഗസ്റ്റ് ഡൽഹി സൈഡ് വന്നിട്ട് അവരെടുത്തായിരുന്നത്, അവിടെ ഡൽഹിയിൽ എടുത്തായിരുന്നത് നമ്മുടെ അർബാനിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് കൊടുത്തത് ടെമ്പോ ട്രാവലറായി. അവര് ഭയങ്കര ടെമ്പോ ട്രാവലറിന് ഭയങ്കര നോയ്സ് കൂടുതലാണെന്നും പറഞ്ഞിട്ട് മാറ്റി വീണ്ടും ഈ അർബാനിയെ തന്നെ വരുത്തിയ ചരിത്രം എന്ന് പറയില്ലേ, അത് തന്നെയുണ്ട്. അവര് വണ്ടി മാറ്റിയ ടൈം വരെയുണ്ട്. അതായത് ഇപ്പം എല്ലാവരും ഇപ്പം ഇതിലോട്ട് തന്നെ മാറി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. ഓൾമോസ്റ്റ് കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു 10,000 മേലെ വണ്ടികളായി കഴിഞ്ഞു. ടെമ്പോ ട്രാവലറിലും കൂടുതൽ വണ്ടികൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അർബാനി തന്നെയാണ്. നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുന്നത് കൂടുതലും നമ്മുടെ നാട്ടിലുള്ള ഗസ്റ്റുകളാണോ അതോ ഫോറിൻ ഗസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ്? അതായത് നമ്മുടെ ഈ വണ്ടിയില് ഒരുവിധം പ്രൊഫൈല് ഗസ്റ്റുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നാട്ടിൽ നിന്നായാലും പുറത്തു വിദേശങ്ങളിൽ നിന്ന് ഫോറിനേഴ്സിന്റെ ട്രിപ്പുകളാണ് കൂടുതൽ. പിന്നെ NRIസിന്റെ, പിന്നെ ബിസിനസ്സുകാരുടെ, അങ്ങനെ അത്യാവശ്യം പ്രൊഫൈല് ഉള്ള ആൾക്കാരുടെ ട്രിപ്പുകളാണ് കൂടുതൽ നമ്മൾക്ക് വരുന്നത്. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻഷനെ പറ്റി എന്താണ് ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം? അഖിൽ ബ്രോ, വണ്ടി ഇറങ്ങിയപ്പോ ഇതിന് വന്നിട്ട് 4 വീലും ലീഫ് ആയിരുന്നു. 4 വീലും ലീഫായിരുന്നു. 4 വീലും ലീഫ് സെറ്റ് സസ്പെൻഷൻ ആണ്. മോണോകോക്ക് അല്ലേ ഇത്, അതോ മറ്റേ ചേസസ് അല്ലല്ലോ? അതാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന വണ്ടികളിൽ മോണോകോക്കാണ്. ഓ അങ്ങനെ. അതായത് മറ്റേ എല്ലാം ഇൻഡിപെൻഡന്റ് സസ്പെൻഷനായി. അപ്പം യാത്രാസുഖം ഒന്നുകൂടെ കൂടിയെന്ന്, അതായത് ഇത് കഴിഞ്ഞിട്ട് 2020 ഈ ഇറങ്ങിയ മോഡലുകളിലാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ നമ്മള് വണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ ഇതിന്റെ സസ്പെൻഷനുകൾ അതായത് ഷോക്ക് അബ്സറുകൾ നമ്മൾ മാറി ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, 4 ലീഫ് സെറ്റിലും ഓരോ ലീഫ് വെച്ചിട്ട് കേറ്റിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സുഖം വേറെ. ഇപ്പോഴാണ് ശരിക്കും സസ്പെൻഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതായത് കമ്പനി തരുന്ന ആ ഒരു സസ്പെൻഷൻ പോരാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ കൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കംഫർട്ടിന് വേണ്ടിയിട്ട് സുഖത്തിന് നല്ല, അതായത് ഇപ്പോ വോൾവോ ബസ്സിലൊക്കെ പോണ ഒരു ഫീലിംഗ് ആണ് ഈ വണ്ടിയിൽ. ഇതിന്റെ സീറ്റിംഗ് പൊസിഷനും ഇതിന്റെ ഓൾറെഡി ആണ്, അതിന്റെ കൂടെ സസ്പെൻഷനുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അല്ലാണ്ട് മറ്റേ ചില ഈ ലീഫ് സെറ്റ് ഉള്ള വണ്ടികൾക്കൊക്കെ കൂടുതലും അതിന്റെ ബുഷ് പൊട്ടുക അങ്ങനത്തെ ഒരു പല പ്രകടനങ്ങളും മിക്ക വണ്ടികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മള് ഓടിച്ച് വന്നു കഴിയുമ്പോ ബുഷുകൾ നമ്മള് ഇടയ്ക്കിടയ്ക്ക് മാറി കളയണം. എന്നാലേ അതിന്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുള്ളൂ യാത്രയിൽ.
സർവീസും ഇതിൻ്റെ എങ്ങനെയാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സർവീസും കാര്യങ്ങളും ഇപ്പോൾ മെയിൻ്റെനൻസ് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ വണ്ടി ഇപ്പം ഇത് പൊതുവേ അങ്ങനെ വഴി കിടക്കാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ വഴി കിടന്നിട്ടും ഇല്ല ഇതുവരെ ഈ ഒരു മോഡലുകൾ വണ്ടികൾ. അപ്പം പക്ഷെ നമ്മൾ കമ്പനിയിലോട്ട് ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്, നമുക്ക് അവർ നമുക്ക് തരുന്ന ഒരു സർവീസും കാര്യങ്ങളും? അതായത് വണ്ടി വഴി കിടക്കണില്ല എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെൻസറാണെന്ന് ഫുള്ള്. അപ്പം അത് സെൻസർ വാർണിംഗ് ലാമ്പുകളൊക്കെ കാണിക്കുമ്പോൾ കൃത്യമായിട്ട് അവരെ വിളിച്ച് അത് ചോദിച്ച് അവരുടെ ഒരു ഡിസിഷൻ എടുത്തിട്ട് വേണം നമ്മൾ പിന്നെ മുന്നോട്ട് പോവാൻ. ഉടനടി നമ്മള് മെക്കാനിക്കിന്, അതായത് ഷോറൂമിൽ എത്തിക്കേണ്ടതാണ് അതിന്റെ പ്രോപ്പർ വേ. റോഡ് അസിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് തരുന്നുണ്ടോ അവര്? റോഡ് അസിസ്റ്റൻസ് തരുന്നുണ്ട്, അവര് വരും. നമ്മള് ആക്സസ് ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവർ എത്തിപ്പെടും എങ്ങനെ പോയാലും. പിന്നെ നമ്മള് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഷോറൂമിലേക്ക് കൊണ്ട് ചെല്ല, അതാണ് ചെയ്യേണ്ടത് ഏറ്റവും. അതിപ്പോ ഏത് വണ്ടി ആയാലും, ബെൻസ് ആയാലും BMW ആയാലും, സെൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോറൂമിലേക്ക് എത്തിക്കണം. അത് ക്ലിയർ ചെയ്തതിന് ശേഷം യാത്ര തുടരാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, സെൻസർ വണ്ടി ആകുമ്പോൾ പലരും പറയുന്നുണ്ട് പണ്ടത്തെ വണ്ടികൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ട് നമുക്ക് തന്നെ ഓടിക്കുന്ന ആൾക്കാർ തന്നെ അത് ചെയ്ത് പോവാം. സെൻസർ വണ്ടിയിലേക്ക് മാറി കഴിഞ്ഞപ്പോ അത് നമുക്ക് പോസിബിൾ അല്ല. അതുപോലെ പണ്ടത്തെ വണ്ടികൾ സിസ്റ്റവും കാര്യങ്ങളൊക്കെ അത് ഷോറൂമിലും അതിന് അനുബന്ധമായ വർക്ക്ഷോപ്പുകളിലും തന്നെ ഉള്ളത്, അവിടെ തന്നെ ചെല്ലണം നമ്മൾ. നേരത്തെ ഉള്ള വണ്ടികളാണെങ്കിൽ പോലും ഒന്ന് സ്റ്റാർട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കാം. ഇത് നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല തള്ളി സ്റ്റാർട്ടാക്കാൻ. അതാണ് സെൻസർ വണ്ടികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നും പറയാം, അല്ലെങ്കിൽ ഒരു ഫോൾട്ട് എന്നും നമുക്ക് പറയാം. പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഇപ്പം ഇത് നമ്മൾ സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഹൈവേ ആണെന്നുണ്ടെങ്കിലും വണ്ടി മൈലേജ് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ഫുൾ ടൈം AC-ലാണ് നമ്മള്. അതായത് ഗസ്റ്റ് കയറിയ ഗസ്റ്റ് ഇറങ്ങണ പോലെ നമ്മള് ഓൾമോസ്റ്റ് AC-ൽ 2 മണിക്കൂർ റോഡ് സൈഡിൽ നിർത്തിയിട്ടാൽ പോലും AC ആണ്. കാരണം ഇതിന്റെ ഫുള്ള് ഫിക്സ്ഡ് ഗ്ലാസ് ആണ് കൂടുതൽ വരുന്നത്. നമുക്ക് ഗ്ലാസ് അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി ചൂട് പിടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓഫ് ചെയ്യാൻ AC ഓഫ് ചെയ്യാനും പറ്റില്ല. അപ്പം ഇനിയിപ്പോൾ പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് പൊതുവെ പുറത്തുനിന്ന് നോക്കാൻ നേരത്ത്, പുറത്തുനിന്നല്ല, കാരണം ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഹിൽ ടോപ്പ് ഒക്കെ പോകുമ്പം എങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്? ടെമ്പോ ട്രാവലറിനെ അപേക്ഷിച്ച് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വണ്ടി ഓൾറെഡി നീട്ടുള്ള വണ്ടിയാണല്ലോ. നമ്മള് ഈ ഹൈ റേഞ്ച് ഒക്കെ പോകുമ്പോ അവിടെ പെട്ടെന്നുള്ള സഡൻലി ആയിട്ടുള്ള വളവും തിരിവൊക്കെ വരുമ്പോ ഒന്ന് കയറ്റി പിടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് വലിയ കുഴികളും വലിയ ഹമ്പുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. പഴയ മറ്റേ ട്രാവലർ കൊണ്ടുവരുന്ന പോലെ നമുക്ക് തന്നെ പതുക്കെ ചെരിച്ചൊക്കെ ഇറക്കി. ഇത് മറ്റേ ബോഡിക്ക് ഒരു തട്ട് വന്നു കഴിഞ്ഞാൽ നല്ല മെയിൻ്റെനൻസ് വരും, നല്ല കോസ്റ്റ് വരും. ഇതൊന്ന് സ്വാഭാവികമാണല്ലോ. അങ്ങനെ പിന്നെ ഇനിയിപ്പം പിന്നെ ടേണിംഗ് റേഡിയസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് സിറ്റിക്കും? ടേണിംഗ് റേഡിയസും ഇപ്പൊ അതായത് 2 വേരിയന്റ് ആണ്. പണ്ട് മീൻസ് ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയിരുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടി കുറവാണ്. ഇപ്പൊ ഈ വണ്ടിയൊക്കെ ഒടി കുറവാണ്. ഇപ്പോ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒടി കൂട്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഓവർ ഒടി കൂട്ടിയിട്ടല്ല, കുറച്ചുകൂടെ ചെറിയൊരു വ്യത്യാസം. കുഴപ്പമില്ല. അതായത് എനിക്ക് തോന്നുന്നു ഈ വണ്ടി എടുത്തവരുടെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ കേട്ടിട്ടായിരിക്കും അത് ഇപ്പൊ വണ്ടി ഇറങ്ങുമ്പോ അതിന്റെ ന്യൂനതകള് പരിഹരിച്ച് ഇറക്കൂല. 24 ഇറങ്ങിയ വണ്ടി ആയിരിക്കും 26 ആ ഒരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് കമ്പനി. അതേ ഒരു വ്യത്യാസമാണെന്ന് തോന്നുന്നു. സസ്പെൻഷനിലും കൊണ്ടുവന്നത്, ലീഫ് മാറ്റി മോണോകോക്ക് ആക്കിയത്. സാധാരണ നമുക്ക് ഇപ്പം ഒരു ട്രിപ്പ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഫോറിൻ ഗസ്റ്റ് വരാൻ നേരത്ത് എങ്ങനെ പോയാലും ഒരു 7 ദിവസം 9 ദിവസമൊക്കെ ആയിരിക്കുമല്ലോ ട്രിപ്പ് വരുന്നത്. ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് അവരെന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക്, നമ്മളൊരു നന്ദി പറയുക എന്നൊക്കെ ഇല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? തീർച്ചയായിട്ടും. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടറിയാം, ഇത് കമ്പനി പറഞ്ഞ സീറ്റ് അല്ല, റിക്ലൈനർ സീറ്റാണിത്. ഇത് ഇലക്ട്രിക്കലാണ്. സ്വിച്ചുകൾ ഈ ഹാൻഡ് റെസ്റ്റിന്റെ സൈഡിലുണ്ട്. ഇത് ഞെക്കിയ ബാക്കോട്ട് പോവും, ഫ്രണ്ടോട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ലെഗ് റെസ്റ്റ് ഉണ്ട്. വരണ ഗസ്റ്റ് വെരി ഹാപ്പി ആയിട്ടാണ് ആ ടൂർ എൻഡ് ചെയ്ത് പോണത്. ഉറപ്പായിട്ടും. ഇത് മലയാളി ഗസ്റ്റുകൾ വന്നിട്ട്, നമ്മുടെ നാട്ടിലെ ഗസ്റ്റുകൾ വരെ വന്നിട്ട് അവര്
നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആണ്, അടുത്ത തവണ ഇതേ വണ്ടി തന്നെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ കണ്ടിന്യൂ വിളിക്കും. പിന്നെ പല ഗസ്റ്റുകളും അവരുടെ വീടുകളിലേക്ക് വരെ ഈ യാത്ര ഈ സീറ്റിൽ ഇരുന്നിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ആ യാത്ര ഫീൽ ചെയ്തിട്ട് അവരുടെ വീടുകളിലേക്ക് എടുക്കാൻ വരെ പ്ലാൻ ചെയ്ത് പോയവരുണ്ട്, എടുത്ത ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ടാക്സി ആയിട്ടും അല്ല, നമുക്കിത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആയിട്ട് നമുക്കിത് തീർച്ചയായിട്ടും ഒരുപാട് വണ്ടികൾ പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്, വീടുകളിലേക്കൊക്കെ അത് നമുക്ക് എന്നാ പറയണ്ടേ, 13 സീറ്റാണോ അല്ലെങ്കിൽ 17 സീറ്റാണോ അല്ലേ? അവരുടെ കംഫർട്ടബിലിറ്റി 17 സീറ്റൊക്കെ നമുക്ക് അങ്ങനെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആയിട്ട് കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇതിപ്പോ നമ്മളെടുത്താണത് 16 സീറ്റ് വണ്ടിയാണ് ശരിക്കും. ആ വണ്ടിയിൽ 12 സീറ്റ് പെർമിറ്റ് എടുത്തിട്ട് നമ്മൾ 10 സീറ്റ് ആക്കിയിട്ട് ചെയ്തേക്കുന്നതാണ്. ഓ അങ്ങനെ. അപ്പൊ ഇത് നമുക്ക് ഓടിക്കാനായിട്ട് ഹെവി ലൈസൻസിന്റെ ആവശ്യമില്ല, വേണ്ട. LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് മതി. ലൈസൻസ് മതി. അപ്പം ആർക്കാണെന്നുണ്ടെങ്കിലും വീട്ടിലോട്ടാണെന്നുണ്ടെങ്കിലും സുഖമായിട്ട് എടുക്കാം. അല്ലാണ്ട് ചില വലിയ വണ്ടിയുടെ വലിപ്പം അനുസരിച്ച് ഇപ്പൊ ലൈസൻസ് മാറണം, അല്ലെങ്കിൽ അത് ഓടിക്കാൻ ഹെവി ലൈസൻസ് വേണം. നമുക്ക് ഈ വണ്ടി കൊണ്ടെടുക്കാം, കാർ ഓടിക്കുന്ന അതേ ലൈസൻസ് തന്നെ മതി. പിന്നെ ഇത് നമുക്ക് ക്യാരവാനായിട്ട് അല്ലെങ്കിൽ ക്യാമ്പർവാനായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണോ? ചെയ്യാം. ഇപ്പോ നമ്മുടെ ഹണി റോസ് ചെയ്തേക്കണത്, ക്യാരവാൻ ചെയ്തേക്കണത് അർബാനിയല്ല, വണ്ടിയിൽ തന്നെ. അപ്പൊ അതിന് നമുക്ക് ലൈസൻസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾട്രേഷൻ ലക്ഷറി ഓൾട്രേഷൻ വർക്കിൽ നമുക്ക് സാങ്ഷൻ എടുക്കാം. RTO പെർമിറ്റ് തരും നമുക്ക്. ലക്ഷറി ടാക്സ് വരുന്നു മാത്രം. അപ്പൊ ഇതിന്റെ മറ്റേ ബാക്കി ടാക്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ വരുന്നത്? മറ്റേ ഇൻഷുറൻസും ഇതുമൊക്കെ? ഇത് 12 സീറ്റ് പെർമിറ്റ് വണ്ടിയാണ്. ഇത് ഒരു 3 മാസം കൂടുമ്പോ ഒരു 3000 രൂപ ആ ഒരു റേഷ്യത്തിൽ വരുന്നുള്ളൂ. 16 സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 12 രൂപ 12,000 അടുത്ത് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഇപ്പം ടോട്ടൽ ഇപ്പം നമുക്കിപ്പോൾ വണ്ടി വില, ഇത് എടുക്കുന്ന സമയത്ത് വണ്ടി വില ഇപ്പോൾ എത്രയായിട്ടുണ്ട്? ഇതിപ്പോ നമ്മള് 2024 എടുക്കുമ്പോൾ നമുക്കൊരു 38 ലക്ഷം രൂപയുടെ അടുത്ത് വണ്ടി വില ആയിട്ടുണ്ട്. അതുപോലെ അല്ല ഇപ്പോൾ ഒരിക്കലും വണ്ടി ഇരിക്കുന്നത്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം എക്സ്ട്രാ ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്, അതായത് പുറമെ ഇതിന്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ഒന്നുമില്ല, എല്ലാം ഉള്ളിലാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുറമേന്ന് പറഞ്ഞ ഒരു ലാഡറും കാരിയർ മാത്രമേ ഉള്ളൂ. ബാക്കി വന്നേക്കണ പണികൾ മൊത്തം ഇന്റീരിയറാണ്. ഇന്റീരിയറിൽ ഇപ്പൊ എത്ര ഏകദേശം ഒരു മൊത്തം ചെയ്തെടുക്കാനായിട്ട്? അതായത് ഇത് മൊത്തം ചെയ്തതിന് നമുക്കൊരു 12 ലക്ഷം ടു ഒരു 13 ലക്ഷം വരെ ഇവിടെ നിന്ന് രാജസ്ഥാൻ പോയി റിട്ടേൺ ഇവിടെ വരുന്നത് ഉൾപ്പെടെ നമുക്ക് കോസ്റ്റ് വന്നത്. അതായത് 12 to 13 ആ ഒരു റേഞ്ചിൽ രാജസ്ഥാൻ പോയി തിരിച്ച് വരുന്ന വരെ ഇതിന് ഏകദേശം ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ ഒരു 50 ലാഖിന്റെ അടുത്ത് ഈ വണ്ടിക്ക് ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇപ്പോ ഈ GST കുറഞ്ഞതിന് ശേഷം വണ്ടിക്ക് നല്ല രീതിയിൽ വില കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ പണിയണേലും വിലയില് കുറവ് വന്നിട്ടുണ്ട്. അവിടെ ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ വണ്ടി ഓൺ റോഡ് ഇറങ്ങണത് ഒരു 33 ലക്ഷം രൂപ, അതായത് ഒരു 5 ലക്ഷം രൂപയ്ക്ക് ഒരു കുറവ്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. GST കുറവ് വന്ന കാരണം. ഞാനിപ്പോ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്ക് പറഞ്ഞല്ലോ ഒരു അറൗണ്ട് ഒരു 50 ലാഖിനടുത്ത് ഈ വണ്ടിക്ക് ഒരു നമുക്ക് വണ്ടിയിലോട്ട് നമ്മൾ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ച് നമുക്ക് ബൈബാക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? നമുക്കിത് പറയാൻ പറ്റുന്നത് ചില സമയത്ത് ഓഫ് സീസൺ അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇതിന് EMI ഉണ്ട്. ഒരു EMI അടച്ച് നമുക്കിത് വണ്ടി ക്യാഷ് എടുത്ത് വാങ്ങണവരുണ്ട്, ഇല്ല എന്നല്ല പറയണത്. എന്നാലും ഒരുമാതിരി എല്ലാവരും ഫൈനാൻസ് ഇട്ടൊക്കെ തന്നെയാണ് എടുക്കുന്നത്. അതായത് ഞാൻ വെച്ചാൽ വണ്ടി ഓടി കിട്ടുന്നത് നമുക്ക് ഇതിലോട്ട് തന്നെ നമുക്ക് മുതലാകുന്നുണ്ടോ? അതായത് വണ്ടിയുടെ EMI അടക്കണം, പിന്നെ മെയിൻ്റനൻസ് നോക്കണം, ഡ്രൈവർക്കുള്ള ഇത്, പിന്നെ ബാക്കി കാര്യങ്ങളും ഇതുമൊക്കെ എങ്ങനെ നമുക്കിത് ഒരു മാസത്തിന് നമുക്കിത് ഓടി മുതലാകുന്നുണ്ടോ? ഓടി മുതലാവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ വേണം, എങ്കിലേ ഓട്ടം ഉണ്ടാവുള്ളൂ. അതൊരു ഫാക്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ആദ്യം ബാധിക്കുന്നത് ടൂറിസത്തിന്. മഴ ആയിക്കോട്ടെ, വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, ഇനിയിപ്പോ ലേറ്റസ്റ്റ് യുദ്ധം നടക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇന്റർനാഷണൽ
ഗസ്റ്റുകളൊന്നും വരില്ല. ഉടനെ ഇനി വരൂല്ല, അവർക്ക് പോകാനും പറ്റില്ല. ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാര് ഇവിടെ പെട്ട് കിടക്കുന്നുണ്ട്, ഫോറിൻ ഗസ്റ്റുകൾ. ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ റൺ ചെയ്യണല്ലോ, അപ്പൊ അവരിവിടെ പെട്ട് കിടക്കുന്നുണ്ട്. അതേമാതിരി ഇങ്ങോട്ട് വരാനിരുന്ന ഗസ്റ്റുകൾക്ക് ആർക്കും വരാനും. നമ്മുടെ അങ്ങനത്തെ ഓട്ടം ക്യാൻസൽ ആയിട്ടുണ്ടോ? നമ്മുടെ 1-2 പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ട്. അപ്പോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ ഓഫ് സീസൺ ഒക്കെ വരുമ്പോ അതിന്റെ ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ അവിടെ നടക്കുന്ന യുദ്ധം കാരണം ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ വരുമാനത്തെ ബാധിച്ചു. ഉറപ്പായിട്ടും അത് ഇവിടെ നല്ല എല്ലാവിടെയും എല്ലാ മേഖലകളിലും അത് ബാധിക്കുന്നുണ്ട്. നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല. ഏറ്റവും പെട്ടെന്ന് ബാധിക്കുന്ന ചുരുക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നിപ്പോ ഈ ഇന്റർവ്യൂ എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചത് ആ യുദ്ധം കാരണം. അതുകൊണ്ടാണ് വണ്ടി ഇന്ന് ഫ്രീ ആയിട്ട്. വണ്ടി ഒരു മാസം മുന്നേ ആയിട്ട് ഞാൻ ചോദിച്ചോണ്ട് ഞാൻ വിളിച്ചോണ്ട് അപ്പോഴൊക്കെ പറയുന്നത് വണ്ടി ഓട്ടത്തില്ല, അവിടെയാ ഇവിടെയാ. നമുക്ക് നോർമല് ഇതുവരെയുള്ള ഒരു ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും ഗ്യാപ്പില്ല. വന്നാ പിറ്റേ ദിവസം ഇതുവരെ. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഒരു മാസമായിട്ട് ഞാൻ വിളിച്ചോണ്ട് നടക്കുക, ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ എന്ന് ചോദിച്ചു. വണ്ടി ഓട്ടത്തിലാണ്, അവിടെയാണ് ഇവിടെയാണ്, എത്തിയില്ല എന്നുള്ളതാണ് എല്ലാ ദിവസവും വിളിച്ചോണ്ടിരിക്കുമ്പോൾ മറുപടി പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ബോസ് ഉണ്ട്, ആള് വർഷങ്ങളായിട്ട് പ്രീമിയം സെഗ്മെന്റ് ചെയ്യണതാണ്. ഫൈസൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് അത്യാവശ്യം കണക്ഷൻസ് ഉള്ളതിന്റെ പേരില് നല്ല രീതിയിൽ വണ്ടി നിൽക്കാണ്ട് ഓടണുണ്ട്. നമ്മുടെ കാര്യം ഉണ്ടോ പറഞ്ഞത്, പുറത്തുള്ളവർക്ക് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മളോടിപ്പം സംസാരത്തിനിടയ്ക്ക് പലതവണ പറഞ്ഞു, ഇപ്പം റിക്ലൈനർ സീറ്റിനെ പറ്റിയും പറഞ്ഞു. ഇത് ഈ സീറ്റ് ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇത് വേറെ ഏതോ ഒരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് ലക്ഷറി ആയിട്ട് വരുന്ന നമ്മുടെ ബെൻസ്, BMW, അതേമാതിരി വെൽഫെയറിലൊക്കെ വരുന്ന സീറ്റ് തന്നെ. വെൽഫെയറിൽ വരുന്ന സീറ്റ് തന്നെ ഇത് വരുന്നത് അല്ലേ? ലക്ഷറി ആയിട്ടുള്ള എല്ലാ വണ്ടികളിലും വരുന്ന അതേ ഫെസിലിറ്റി തന്നെയാണ്, അതേ സീറ്റ് തന്നെയാണ് നമുക്ക് വണ്ടിയിലും ഇരിക്കുന്നത്. ഇപ്പോൾ ഓക്കെ, നമുക്കിപ്പോൾ ഇന്ത്യയിൽ മാത്രമായിട്ട് ഇപ്പോൾ ഒരു 12-13 ലക്ഷത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അപ്പം അത് എന്തൊക്കെയാണെന്നൊന്ന്. ഇത് വണ്ടി സ്റ്റോക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബെർത്ത് ഉണ്ടാവും നമുക്ക് ഈ 2 സൈഡിൽ. നമ്മൾ ആ 2 ബെർത്ത് റിമൂവ് ചെയ്ത് AC സൈഡിലേക്ക് ആക്കി. പിന്നെ വന്നോണ്ടിരുന്നത് സൈഡിലേക്ക് ആക്കി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റീരിയർ ഉണ്ടോ ഫുള്ള് ഫൈബറാണ്. ഇത് വണ്ടി നശിച്ചു പോണവരെ സ്റ്റോക്ക് വരുന്നത് പ്ലാസ്റ്റിക്കാ വരുന്നത് തോന്നുന്നല്ലേ? അതൊരു കോട്ടൺ ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബറാണ് ഫുള്ള്. വണ്ടി എന്ന് നമ്മൾ ഡിസ്പോസ് ചെയ്യണോ അത് വരയ്ക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ നമ്മൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റുകൾ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, വാം ലൈറ്റ്. അതേമാതിരി വൈറ്റ് കളർ വൈറ്റ്, ഒരു ബ്ലൂ ലൈറ്റും കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, വാം ലൈറ്റ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് ഇതിൻ്റെ കർട്ടൻസ് ആണ്. അതൊക്കെ ഇലക്ട്രിക്കലാണ് വരുന്നത് വണ്ടിയുടെ. ഇതിപ്പോൾ അതെല്ലാ സീറ്റിൻ്റെയും സൈഡിൽ അതിൻ്റെ സ്വിച്ചുകൾ വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് താഴ്ത്താം, ആവശ്യത്തിന് നമുക്ക് പ്രൈവസി ആവശ്യമുള്ള ഓട്ടങ്ങളുണ്ടാവും. ചിലപ്പോൾ ചില സെലിബ്രിറ്റീസൊക്കെ പോകാൻ നേരത്തെ അവർക്ക് പബ്ലിക്കിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ കർട്ടൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. അതും ഇലക്ട്രിക്കലാണ് ഫുള്ള്. പിന്നെ സൈഡിൽ എല്ലാ സീറ്റിൻ്റെയും സൈഡിൽ ഫാസ്റ്റ് ചാർജിങ് പോർട്ട്, 2 ഫാസ്റ്റ് ചാർജിന്റെ പോർട്ട് ഉണ്ട് അല്ലേ, കൊടുത്തിട്ടുണ്ട്. പിന്നെ തണുത്ത വെള്ളം കുടിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് തണുപ്പിച്ച് വെള്ളം കുടിക്കാനായിട്ട് ഫ്രണ്ടിൽ ഫ്രിഡ്ജ്, ഡ്രൈവർ സീറ്റിന്റെയും കോ ഡ്രൈവർ സീറ്റിന്റെയും സെന്ററിൽ നമ്മ ഒരു ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജുണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ഫോൺ ഹോൾഡർ എല്ലാം ഉണ്ട്. പിന്നെ 32 ഇഞ്ചിന്റെ 2 ഹാൻഡില് നമുക്ക് അത്യാവശ്യം പിടിച്ചെണീക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റണ്ണിങ്ങിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ, പ്രായമായിട്ടുള്ള പാസഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ 32 ഇഞ്ചിന്റെ ഗൂഗിൾ TV ആണ് സോണിയുടെ. പിന്നെ വണ്ടി ഫുള്ള് സർവൈലൻസ് ആണ്, ഫുള്ള് ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ക്യാമറകളുണ്ട്. അതൊക്കെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. പിന്നെ വൈഫൈ ഉണ്ട്. ഇപ്പൊ ഈ NRI ഗസ്റ്റുകൾ വരാൻ നേരത്ത് അല്ലെങ്കിൽ ഫോറിനേഴ്സ് വരാൻ നേരത്ത് അവർക്ക് വാട്സപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇവിടുത്തെ സിമ്മ് പെട്ടെന്ന് തന്നെ അവർക്ക് ആക്സസ് അല്ല, എടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ചിലവർക്ക്. അപ്പം അവർക്ക് അത് എടുത്താലും അവർക്ക് അവിടുത്തെ സിമ്മ് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അന്നേരം നമ്മൾ അവർക്ക് വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ഉപയോഗിക്കാനും കാര്യങ്ങളും മറ്റു കാര്യങ്ങൾക്കൊക്കെ. പിന്നെ സൗണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ 2 ഇൻഫിനിറ്റിയുടെ സ്പീക്കറും പിന്നെ വണ്ടി വരുമ്പോഴുള്ള സ്റ്റോക്ക് സ്പീക്കറുകളും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന പാസഞ്ചേഴ്സിന് സേഫ്റ്റിക്ക് വേണ്ടി എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റും കൂടിയുള്ള റിക്ലൈനർ സീറ്റുകളാണ് ഈ സീറ്റിൽ വരുന്നത്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഓൾമോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ വരുന്ന ഗസ്റ്റുകളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് പോണത്. അവര് വീണ്ടും വണ്ടി ആവശ്യപ്പെട്ടോണ്ട് തന്നെയാണ്. കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കി അവരെ കംഫർട്ടബിൾ ആക്കിയെന്നാലേ ഉള്ളൂ വീണ്ടും അവരുടെ കെയർ ഓഫിലാണെങ്കിൽ നമുക്കൊരു ഉറപ്പായിട്ടും പബ്ലിസിറ്റി ആണല്ലോ ഏറ്റവും കൂടുതൽ ലോക്കൽ ട്രിപ്പിന് വേണ്ടി. അതേമാതിരി തന്നെ ഇപ്പൊ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിലാണെങ്കിൽ പോലും അവരുടെ റിവ്യൂ കിട്ടിയാലല്ലേ നമുക്കും ബിസിനസ് 4 ആള് കണ്ട് അവര് ബുക്ക് ചെയ്യുള്ളൂ. അതായത് ഒരു 12 ലക്ഷം മുടക്കിയ വണ്ടിക്ക് അതനുസരിച്ച് നമ്മൾ കൊടുത്താലാണ്, സർവീസ് കൊടുത്താലാണ് നമ്മൾക്ക് ബിസിനസ് കിട്ടുള്ളൂ. പിന്നെ നമ്മള് വേറെ ഇവിടെ കൊച്ചിയിൽ എല്ലാ ട്രാവൽസുകളും ചെയ്യണുണ്ടോന്ന് സംശയമുണ്ട്. നമ്മൾ കാരണം എല്ലാ ഗസ്റ്റിനും ഡെയിലി ഓരോ കുപ്പി വാട്ടറും കൂടി കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ക്യാബിൻ ക്രൂ ഇല്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കി എന്നാ പറയുക, ഒരു ഫ്ലൈറ്റിലുള്ള ഒരു ആംബിയൻസും ഒരു ട്രാവൽ എക്സ്പീരിയൻസുമാണ് നമുക്ക് ഈ അർബേനിയയിലുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ അടുത്ത വണ്ടിയുമായിട്ട് കാണാം. അതുവരെ ബൈ.